ഭാഷാ സാഹിതിയിലെ കവിതയിൽ ഒരെണ്ണമാണ് എൻ്റെ ശില്പം. വയലാർ രാമവർമ്മയുടേതാണ് എൻ്റെ ശില്പം. വയലാർ പുരോഗമന സാമൂഹിക പ്രസ്ഥാനങ്ങളോട് നേരിട്ട് ബന്ധപ്പെട്ട ഒരു കവിയായിരുന്നു. അതുകൊണ്ട് വെറുതെ കാൽപ്പനികതയിൽ മാത്രം നിൽക്കുന്ന ഒരാളായിരുന്നില്ല. വളരെ ലളിത ജീവിതമുള്ള, എന്നാൽ അതേസമയം കൽപ്പനാ സമ്പന്നതയോടെ രീതികളൊക്കെ അദ്ദേഹത്തിനുണ്ട്. കൊന്തയും പൂണൂലും, ആയിഷ, എനിക്ക് മരണമില്ല, സർഗസംഗീതം, ഇതൊക്കെ വയലാറിൻ്റെ വളരെ പ്രശസ്തങ്ങളായ കൃതികളാണ്. ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞത് വയലാറാണ്: സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെ. ഇത് വയലാറിൻ്റെ ഫിലോസഫിയാണ് പറഞ്ഞത്. നോവുന്ന മനുഷ്യനെ സ്നേഹിക്കാത്ത ഏതെങ്കിലും ഫിലോസഫി നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ആ ഫിലോസഫിയെ സ്നേഹിക്കാൻ തയ്യാറല്ല എന്ന് തൻ്റെ നിലപാട് വ്യക്തമാക്കിയ കവിയാണ് വയലാർ. ഇനി നമ്മുടെ കവിത ഇങ്ങനെയാണ്: മണ്ണിൽ നിന്നിതാ വാർത്തെടുക്കുന്നു മന്നിടത്തിൻ്റെ സ്വർഗശില്പം ഞാൻ, കൽപ്പന തൻ കളിത്തേരുരുട്ടി സ്വപ്നവീഥിയിൽ സഞ്ചരിപ്പോരേ, നീലവാനിൽ മിഴികളിൽ നോക്കി തൂലികകൾ ചലിപ്പിക്കൂരേ, ഭാവനയെ ചെറുത്തു ചുരുട്ടി, ഭാവനയെ തെറുത്തു ചുരുട്ടി ചാവറകളിൽ സഞ്ചരിപ്പോരേ, മണ്ണുമായുള്ള ബന്ധം വിടർത്താൻ വിണ്ണിലേക്ക് കുതികൊള്ളുവോരേ, മുക്തിസാധനോപാസകന്മാരായി യുക്തിയെ കടിഞ്ഞാണിടുന്നോരേ, നിങ്ങൾ കണ്ടോ പശയുള്ള മണ്ണിൽ നിന്നു ഞാൻ വാർത്തെടുത്തൊരീ ശില്പം, നിങ്ങൾ കണ്ടോ പശയുള്ളൊരു മണ്ണിൽ നിന്നു ഞാൻ വാർത്തെടുത്തൊരീ ശില്പം. കവി ആരെയാണ് ആരെയാണ് സംബോധന ചെയ്തുകൊണ്ടാണ് നിങ്ങൾ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്? അതാണ് നമ്മുടെ ചോദ്യം. ശാസ്ത്ര പുരോഗതിയെക്കുറിച്ച് ഒന്നും അറിയാതെ തുരമ്പിച്ച ആ പാരമ്പര്യത്തിൻ്റെ ഇരുട്ടറയിലും അന്ധവിശ്വാസത്തിലും കഴിയുന്ന മനുഷ്യരെ പരാമർശിച്ചുകൊണ്ടാണ് അല്ലയോ മനുഷ്യരെ നിങ്ങൾ കണ്ടുവോ എന്ന് ചോദിക്കുന്നത്. ആധുനിക ശാസ്ത്രം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും കൽപ്പനയുടെ കളിത്തേരിൽ സ്വപ്നവീതിയിലൂടെ സഞ്ചരിക്കുന്ന കുറേ പരമ്പരാഗതവാദികളുണ്ട്, യാഥാസ്ഥിതികരുണ്ട്. അവർ നീലാകാശത്തിൻ്റെ കണ്ണുകളിൽ നോക്കി തൂലിക ചലിപ്പിച്ചെഴുതുന്നവരാണ്. മണ്ണിലേക്ക് നോക്കാൻ അവർക്ക് സൗകര്യമില്ല. മണ്ണിൽ അധ്വാനിക്കുന്ന മനുഷ്യനെ കാണാനും അവൻ്റെ കഷ്ടതയെ തിരിച്ചറിയാനും അവർക്ക് സൗകര്യമില്ല. ഭാവനയെ ചുരുട്ടി ശവക്കല്ലറുകളിൽ വെച്ച് സഞ്ചരിക്കുന്ന മനുഷ്യരാണ് അവർ. മണ്ണുമായുള്ള ബന്ധം കളഞ്ഞ് വിണ്ണിലേക്ക് നോക്കി ആകാശത്തോട്ട് നോക്കിയിരുന്നാൽ നിങ്ങൾ കവിത എഴുതിയാൽ നിങ്ങളെക്കുറിച്ച് നാളെ ലോകം പറയും ദന്തഗോപുരവാസികളായ കവികളെന്ന്. മുക്തിക്ക് വേണ്ടി ഉപാസിച്ച് യുക്തിക്ക് കടിഞ്ഞാണിടുന്നവരാണ് ഈ മനുഷ്യർ. മുക്തി അഥവാ മോക്ഷം കിട്ടണം, അതിനു വേണ്ടിയിട്ടുള്ള ചിന്ത മാത്രമേ അവരേ ഉള്ളൂ. യുക്തിബോധമോ ശാസ്ത്രീയ ചിന്തയോ അവരെ ഒട്ടും തന്നെ സ്പർശിച്ചിട്ടില്ല. അവരോടാണ് വയലാർ ഈ ചോദ്യം ചോദിക്കുന്നത്. പശയുള്ള മണ്ണിൽ നിന്ന് ഞാൻ വാർത്തെടുത്ത ശില്പം കണ്ടു. പശയുള്ള മണ്ണെന്ന് പറഞ്ഞാൽ നല്ല വയലിലെ കുഴഞ്ഞു മറിഞ്ഞ ആ എക്കൽ മണ്ണാണ്, വളക്കൂറുള്ള മണ്ണാണ്. അവിടെ കൃഷിപ്പണി ചെയ്യുന്ന കൃഷിക്കാരൻ്റെ ആ കൂടെ നിന്നുകൊണ്ടാണ് തൻ്റെ ചോദ്യം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. സ്വപ്നജീവികളെപ്പോലെ മണ്ണുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഭാവനയുടെ തേരിൽ ആകാശത്തു കൂടെ സഞ്ചരിക്കുന്ന യാഥാസ്ഥിതികരോടാണ് ചോദ്യം. ജീവിതഗന്ധിയായ കവിതകൾ എഴുതൂ മനുഷ്യരെ, അല്ലാതെ നിങ്ങൾ ആകാശത്തെ മോക്ഷത്തെ കുറിച്ച് സ്വപ്നം കണ്ട് എഴുതല്ലേ എന്ന് പറയാൻ. മണ്ണുമായി ബന്ധമുള്ള കവിത ആണ് താൻ എഴുതുന്നതെന്നും അത് അഭിമാനപൂർവ്വമാണ് താൻ അവതരിപ്പിക്കുന്നതെന്നും വാസ്തവത്തിൽ പറയാതെ പറയുകയാണ് ഇതിലൂടെ വയലാർ ചെയ്യുന്നത്.